ഇപ്പോൾ കേണൽ ഡിന്നി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കേണൽ ഡിന്നി, ഇന്നിപ്പോൾ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയാണ് മഹാരാഷ്ട്രയിൽ നിന്നും ഈ പ്രഭാതത്തിൽ വന്നത്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഇനിയില്ല, അദ്ദേഹം ഓർമ്മയായിരിക്കുന്നു. അങ്ങ് എങ്ങനെയാണ് ഈ വിമാനാപകടത്തെ നോക്കിക്കാണുന്നത്? കാരണം നമ്മുടെ രാജ്യത്ത് ഇത്തരം അപകടങ്ങൾ ഏതാണ്ട് 7 മാസങ്ങൾക്ക് മുമ്പാണ് ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി മറ്റൊരു വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നു. ഇപ്പോൾ അജിത് പവാറിൻ്റെ മരണം സംഭവിക്കുന്നു. അങ്ങ് എങ്ങനെ ഇത്തരം സംഭവങ്ങളെ നോക്കിക്കാണും? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇതൊരു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. തീർച്ചയായിട്ടും രാജ്യത്തിനെ സംബന്ധിച്ചോളം ഒരു പൊളിറ്റിക്കൽ ലീഡർ അദ്ദേഹം നമുക്ക് നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സിനും അദ്ദേഹം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ളത്, വളരെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. രണ്ടാമതായിട്ട് ഈ ഏവിയേഷന്റെ ഈ ഒരു ആക്സിഡന്റ് ഇപ്പം നടന്നിട്ടുള്ളത്, അതിന്റെ ഡീറ്റെയിൽസ് ഇനി വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എക്സാക്ട്ലി എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ അങ്ങ് പറഞ്ഞ പോലെ കഴിഞ്ഞ വളരെ കുറച്ച് നാൾ മുമ്പ് ഗുജറാത്തിൽ വലിയൊരു ആക്സിഡന്റ് നടന്നിരുന്നു. അപ്പം ഏവിയേഷന്റെ അത് കഴിഞ്ഞിട്ട് ധാരാളം അവർ ചെക്സ് ആൻഡ് ബാലൻസസ് ഒക്കെ വെച്ച് കൊണ്ടുവന്നിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഇതുപോലുള്ള VIP ട്രാവൽ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള ചില സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിന്റെയൊക്കെ കാര്യങ്ങൾ നോക്കിയിരുന്നോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എൻക്വയറിയിൽ കൂടെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. പക്ഷെ വളരെ അൺഫോർച്ചുനേറ്റ് ആണ് ഇത്. ഇപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു അസസ്മെന്റിലേക്ക് എത്തുന്നത് വളരെ ഒരു കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകുന്നില്ല. അതിന്റെ DGC ഓൾറെഡി അതിന്റെ ഒരു എൻക്വയറി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ അനൗൺസ്മെന്റ് എൻക്വയറിയുടെ അറ്റ്ലീസ്റ്റ് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ വളരെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് തന്നെയാണത്. ഓക്കെ, വളരെ നന്ദി കേണൽ ഡിന്നി.